Hi friends, welcome back to another episode of KENZA TECHS. My name is RASAL FARHAN. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സന്ദർഭങ്ങളിലും അത്യാവശ്യമായി വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നമ്മൾ പല സമയങ്ങളിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് പല സമയത്തും. അതുപോലെ നമ്മൾ കമ്പനിക്കാർക്കും മറ്റുമൊക്കെ പണി കൊടുക്കാറുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഹായ് നിരത്തി ഒരു 10-200 മെസ്സേജുകൾ നമ്മൾ അയച്ചിട്ട് പണി കൊടുക്കാറും അങ്ങനെയൊക്കെ പലതും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഒരുപാട് മെനക്കെടാറുണ്ട്, ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. കാരണം കുറച്ച് ഹായ് അയച്ച് അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വീണ്ടും ഇതാക്കാറുണ്ട്. ഇതിനൊക്കെ പകരം ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് നമുക്കിപ്പോൾ എന്താണോ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയമാണോ സെറ്റ് ചെയ്ത് വെച്ചത് അത്രയും സമയം അത് ഓട്ടോമാറ്റിക്കായി കൊണ്ട് ക്ലിക്ക് ആയിക്കോളും. നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് സെറ്റ് ചെയ്ത് വെച്ച് ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി മൂപ്പര് ചെയ്തോളും. അത്രയും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ആപ്പിലേക്ക് നേരെ പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടിക്കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസിൽ ഇത് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷമായിക്കൊണ്ട് ഇവിടെ നമ്മൾ പെർമിഷൻ അലോ കൊടുക്കേണ്ടതുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം പെർമിഷൻ അലോ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഒന്നുകൂടെ ബാക്ക് അടിച്ച ശേഷം നമുക്ക് എനബിൾ എന്ന 2 ബട്ടൺ കാണാൻ സാധിക്കും. അത് രണ്ടും ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് സൈഡിലേക്കൊണ്ട് ഒരു ഐക്കൺ വന്നതായിട്ട് കാണാൻ സാധിക്കും. നേരെ ബാക്ക് അടിച്ച് ഹോം പേജിലേക്ക് പോയ ശേഷം വാട്സപ്പിലേക്ക് പോവുക. അതിനുശേഷം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ആ പ്ലസ് ഐക്കൺ, അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 1 എന്ന് നമുക്ക് ഒരു സർക്കിൾ കാണാൻ സാധിക്കും. ആ ഒരു സർക്കിൾ എടുത്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആദ്യ അക്ഷരത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. രണ്ടാമത് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 എന്നൊരു സർക്കിളായി വരുന്നതായിരിക്കും. അത് രണ്ടാമത് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട അക്ഷരത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. മൂന്നാമത് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ ഒരു 3 എന്ന് ഒരു സർക്കിളിൻ്റെ മുകളിൽ എഴുതിക്കൊണ്ട് വരുന്നതായിരിക്കും. നമുക്ക് നാലാമത് പ്രസ് ചെയ്യേണ്ട ഐക്കണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് അതങ്ങനെ അടിച്ചടിച്ച് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് ഇത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിർത്താനും അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിക്കൊണ്ട് ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.